പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ന് ഫെബ്രുവരി 29 4 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമാണ് അധിവർഷം വരിക. ലീപ്പ് ഇയർ എന്നാണ് ഈ അധിവർഷത്തെ ഇംഗ്ലീഷിൽ പറയുക. ഈ ലീപ്പ് ഇയറിൻ്റെ പ്രാധാന്യവും ചരിത്രവും എന്താണെന്ന് ആദ്യം നോക്കിയിട്ട് നമുക്ക് വാർത്തകളിലേക്കൊക്കെ വിശദമായി കടന്നു വരാം. ലീപ്പ് ഇയർ ഒരു വർഷത്തിൽ സാധാരണ 365 ദിവസമാണുള്ളത്. ഓരോ മാസത്തിലും 30 31 ദിവസം. ഫെബ്രുവരിയിൽ മാത്രം 28. എന്നാൽ 4 വർഷത്തിലൊരിക്കൽ ഒരു ഫെബ്രുവരിയിൽ 29 ദിവസം. അങ്ങനെ ആ വർഷം 366 ദിവസം. ഇതെങ്ങനെ വന്നു എന്നതാണ് ചോദ്യം. സൂര്യനെ വലം വയ്ക്കാൻ ഭൂമിക്ക് വേണ്ടത് 365 ദിവസം അഥവാ ഒരു സൗരവർഷം എന്നാണ് പറയാറ്. കൃത്യമായി പറഞ്ഞാൽ 365 ദിവസവും 5 മണിക്കൂറും 48 മിനിറ്റും. പരിക്രമണ കാലയളവിൽ ബാക്കിയുള്ള 6 മണിക്കൂറിനെ തുടർച്ചയായ 4ാമത്തെ വർഷത്തിൽ ഉൾപ്പെടുത്തി 366 ദിവസങ്ങളുള്ള അധിവർഷമായി കണക്കാക്കുന്നു. ഒരു പ്രത്യേക വർഷം അധിവർഷമാണോ എന്ന് കണ്ടുപിടിക്കാൻ വർഷത്തെ 4 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം വരുന്നില്ലെങ്കിൽ അത് അധിവർഷമാണ്. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. നൂറ്റാണ്ടുകളുടെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണ്. ഒരു നൂറ്റാണ്ടാണെങ്കിൽ 400 കൊണ്ട് വേണം ഹരിക്കാൻ. ലൂണാർ കലണ്ടർ പിന്തുടർന്ന റോമിലാണ് ലീപ്പ് ഇയർ എന്ന ആശയം ആദ്യമായി വന്നത്. BC 46 ജൂലിയൻ കലണ്ടറിൽ ഓരോ 4 വർഷവും ഫെബ്രുവരിയിൽ ഒരു ദിവസം അധികമുണ്ട്. 1582 ഗ്രിഗോറിയൻ കലണ്ടറിലാണ് ഓരോ നൂറ്റാണ്ടും 400ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ മാത്രം അധിവർഷമുണ്ടാകുന്നു എന്ന് രേഖപ്പെടുത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. എന്തായാലും ഇത് അധിവർഷം ഫെബ്രുവരിക്ക് 29 ദിവസം.